ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന രീതിയിൽ അത്രയും എളുപ്പത്തിലുള്ള ഒരു രസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾ ഈ ഒരു രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയല്ല മുഴുവനായും എടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം, 5-6 വെളുത്തുള്ളി, 1-2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക്. ഇതൊക്കെ ചേർത്തിട്ട് ഇതൊക്കെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്നും കുറച്ച് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കണം. ഇതുപോലെ ഒരു സ്പൂണ് നമുക്ക് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുളി വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. ഇതിലേക്ക് തക്കാളി അരച്ചതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തക്കാളി അരച്ചെടുക്കാതെ പുളിവെള്ളത്തിലേക്ക് ഉടച്ചെടുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാകത്തിനൊക്കെ അനുസരിച്ചിട്ട് രസത്തിൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രസം തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തതുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കായം പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് രസം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാൻ ഇതിലേക്ക് വീണ്ടും വെള്ളം, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ രസം ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. രസം ഇഷ്ടമാണ്, പക്ഷേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ പറയും എന്താ രസം, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. Thank you.